ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫ്രൈഡ് ചിക്കനാണ്. വളരെ ടേസ്റ്റിയായും അതുപോലെ തന്നെ നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് പാലാണ്. ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ പാൽ എന്നിട്ട് നമ്മളൊന്ന് പിരിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് പാലൊന്ന് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് നമുക്ക് ഈ മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസസ് എല്ലാം ഈ മിക്സിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ എല്ലാ വശത്തും പിടിച്ച് വരുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ നന്നായിട്ട് ഇതിനകത്ത് ഇതൊന്ന് പിടിച്ച് ചിക്കനൊന്ന് സോഫ്റ്റായി വരത്തുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മിക്സ് ഒന്ന് ഡിപ്പ് ചെയ്തിടാനുള്ള മിക്സ് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് കോൺഫ്ലവറാണ്. നല്ലൊരു ക്രിസ്പ്നെസ്സിന് വേണ്ടിയാണ് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പകുതി പോർഷൻ ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ ചിക്കൻ ഒന്ന് ഡിപ്പ് ചെയ്തിടാൻ വേണ്ടിയാണ്. എന്നിട്ട് ബാക്കിയുള്ള ഒരു പകുതി പോർഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു കോഴിമുട്ട പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി നമ്മുടെ ആ ഒരു ബാറ്ററിന് വേണം. ഇനി നമുക്ക് ചിക്കൻ ഓരോ പീസായിട്ട് ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ബാറ്ററിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇതിലോട്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം ഇതിലേക്ക്. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മാവിൻ്റെ ഒരു ഇതൊക്കെ ആ ചിക്കനിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എന്നാലേ ആ പുറം ഭാഗം നല്ലൊരു ക്രിസ്മസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേ നമ്മുടെ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരത്തുള്ളൂ. അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡ് നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡും കൂടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് മൂത്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റിക്കൊടുക്കാം. അപ്പോൾ അതാ നമ്മളതൊന്ന് കോരി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ബാക്കിയുള്ള ചിക്കനും കൂടെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. ഹോട്ടലിൽ നിന്നൊന്നും വാങ്ങാൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുകയും ചെയ്യാം, കുട്ടികൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.